ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൊണ്ട് എൻ്റെ അസുഖമൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ കുറച്ച് ജലദോഷമുണ്ട്. അത് ഉള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇപ്പം അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെയുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ സൂയിസൈഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു എനിക്ക് ക്യാൻസർ രോഗം. എത്ര പേര് ആ രോഗത്തിന് അങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷേ അത് അന്നും ഇന്നും എന്നും എനിക്ക് എൻ്റെ മരണം വരെയും എനിക്ക് ആ രോഗം ഒരു അനുഗ്രഹമായിരുന്നു. അത് എൻ്റെ അവസ്ഥകളും എന്നിലെ എന്നെ ഞാൻ തിരിച്ചറിഞ്ഞതും അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അത് മനസ്സിലാവുന്നതും ഇപ്പം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതും കേട്ടോ. ബാക്കി ഒരിക്കലും എനിക്ക് ഈ അസുഖം വന്നതിനെ ഓർത്ത് ഞാൻ വേദനിച്ചിട്ടേയില്ല. എനിക്കിപ്പോഴും അതെ, ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് പേടിയേയില്ല. പക്ഷെ എനിക്കൊരു കാര്യം പേടിയുണ്ടായിരുന്നു. എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴത്തേലും ഞാനും പേടിച്ചിരുന്നു. കാരണം എൻ്റെ ശരീരത്തിലെ ഒരു അവയവം പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ അതിനു വേണ്ടിയും പൊരുതി വിജയിച്ചു. ആ ഒരു കാര്യം ഒഴികെ ബാക്കി ഒന്നിനെയും ഞാൻ ഇതുവരെ ഭയപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ എന്നെ ആക്കിയെടുത്തത് ഈ ഒരു രോഗം തന്നെയാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു എൻ്റെത്. ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട്. അത് എൻ്റെ ബാല്യകാലത്തിലും കൗമാരത്തിലും യൗവനത്തിലും എല്ലാം ഞാൻ ഒരുപാട് സഹിച്ചതാണ്. വീട്ടിൽ നിന്നായിരുന്നിരുന്നാലും ഫാമിലിയിൽ നിന്നായിരുന്നിരുന്നാലും എല്ലാം ഞാൻ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അസുഖം വന്നതോടുകൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പി എൻ്റെ ശരീരത്തിൽ നടന്നിരുന്നെങ്കിലും എൻ്റെ എന്താ പറയുന്നത്, എനിക്ക് മാനസികമായിട്ടും എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലുമായിരുന്നു ചേഞ്ചസ് വന്നുകൊണ്ടേയിരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഷിബി ആയിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്ന ഷിബി എന്ന് പറയുന്നത്. ഞാൻ എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഭയപ്പെടുന്ന ഒരു രോഗമാണ്. ആ രോഗത്തെ ചിരിച്ചുകൊണ്ട് നേരിട്ടവളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഈ അസുഖത്തിൻ്റെ ഇത് വന്നപ്പോഴൊക്കെ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കൽ പോലും പേടിച്ചിട്ടില്ല. എനിക്കറിയില്ല എനിക്ക് ആ ധൈര്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അത്രയ്ക്ക് ധൈര്യത്തിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഒരിക്കലും മരിക്കാൻ വേണ്ടി നിന്ന എനിക്ക് മരണം എന്നെ തൊടില്ല എന്ന് ഉറപ്പായിരുന്നു. ആ ഒരു അവസ്ഥയിലോട്ട് എൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ വന്നതിന് ശേഷം റേഡിയേഷനും ഇതുമെല്ലാം കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒരു പുതിയ ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അതുവരെ എൻ്റെ ഒരു 38 വയസ്സിലാണ് എനിക്ക് ക്യാൻസർ വരുന്നത്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ ജീവിതം നേരെ തിരിച്ച് മറിയുന്ന ഒരവസ്ഥയായിരുന്നു ക്യാൻസർ വന്നതിന് ശേഷം. ആ ഒരു വർഷത്തിന് ശേഷം പിന്നീട് ഞാനല്ലാതായി. വേറെ ഒരു വ്യക്തി എന്നിൽ ഉയർത്തെഴുന്നേറ്റു. അതായത് മുമ്പ് എന്ത് കണ്ടിരുന്നിരുന്നാലും പേടിച്ച് വിറച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആളുകളെ ഭയപ്പെടാൻ എനിക്ക് പേടി, ആരോടേലും മിണ്ടാൻ പേടി, സംസാരിക്കാൻ പേടി. കാരണം ഞാൻ എങ്ങനെ ഇടപഴകുന്നു അത് അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് നേരത്തെയൊക്കെ ഞാൻ ആരുടെ അടുത്ത് ഇടപഴകിയിരുന്നിരുന്നാലും ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. ഒരു മനുഷ്യരും കാരണം ഞാൻ എങ്ങനെയാണോ അത് തന്നെയാണ് പുറത്തുള്ള ഓരോ വ്യക്തിയും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഇപ്പം എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഫ്രണ്ടിനോടാണെങ്കിലും ഞാൻ
എന്താ പറയുന്നത്, ഒരു പാവയെ പോലെ ഞാൻ അങ്ങ് നിന്നു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്കും എന്നോട് വലിയ കാര്യമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തേലും ഒരു പ്രശ്നം വരുമ്പോഴത്തേല് ഞാനൊരു നോ എന്നൊരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവരെന്നെ ഇട്ടിട്ട് പോകും. പിന്നെ ഷിബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വേണ്ട, അവള് അഹങ്കാരിയാണ്, അവള് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഒരു പറച്ചിലായിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ വിചാരിക്കും, എന്തിനാ ഞാൻ അങ്ങനെ പറയാൻ പോയത്, മിണ്ടാണ്ട് നിന്നാ പോരായിരുന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നെയും താഴ്ന്നു കൊടുക്കും. ഇങ്ങനെ താഴ്ന്ന് 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 താഴ്ന്നു കൊടുത്ത് എല്ലാവരാലും ചവിട്ടി മെതിക്കപ്പെട്ടവളാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, എന്തായാലും മരണം എന്ന് പറയുന്ന ഒന്നിനെ മുഖാമുഖം കണ്ടിട്ട് വന്നവളാണ് ഞാൻ. എനിക്കിനി എന്തിനെ പേടിക്കാനാ, ആരെ പേടിക്കാനാ? ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് മനസ്സിന്റെ പവറിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആദ്യവും എനിക്ക് എന്നില് ഈ ഉപബോധ മനസ്സ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭയം കാരണം ഈ ഉപബോധ മനസ്സിന്റെ കഴിവുകൾ മുഴുവൻ ഞാൻ തന്നെ കെടുത്തിക്കളയുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിനുശേഷം എൻ്റെ അസുഖം വന്നതിന് ശേഷം ഓരോരുത്തർ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേലും ഞാൻ അവരെ നിർത്തേണ്ടടുത്ത് നിർത്താനായിട്ട് എനിക്ക് ഞാൻ പഠിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ വന്നിട്ട് ഒരാളുടെ മുന്നേ ഇങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞിട്ടും എൻ്റെ സ്വഭാവം, ഞാൻ വന്ന വഴിക്ക് ഒരു മനുഷ്യൻ്റെ അടുത്തും പോയിട്ട് എന്നോട് എന്താ ഇങ്ങനെ നിന്നാ മതി അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പഴയതുപോലെ ഷിബിയായിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഒരാൾ എന്നെ മുതലെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ആ സമയത്ത് ഞാൻ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യും. അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, എന്ന് വെച്ചിട്ട് ഒരു മനുഷ്യരോട് ശത്രുത പുലർത്താനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആരോടൊത്തും പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയതുകൊണ്ട് ഇനി അവരെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് എന്നൊരിക്കലും ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങി. അതുവരെ എനിക്ക് അറിഞ്ഞുകൂടാതിരുന്നത് ആ ഒരു കാര്യം തന്നെയായിരുന്നു. ഡിസ്റ്റൻസ് ഇടാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ അപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനായിരുന്നിരുന്നാലും എല്ലാവർക്കും എന്നെ മനസ്സിലായി തുടങ്ങി. ഇവളോട് കളിച്ചാൽ പഴയതുപോലെയല്ല, കുറച്ചൊക്കെ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നും എന്താ പറയുന്നത്, ഒരു പേടിപ്പിക്കുന്ന രൂപത്തിൽ ഞാൻ ആരുടെ അടുത്ത് നിന്നിട്ടില്ല. പക്ഷെ എന്തോ എൻ്റെ ചുറ്റിനുമുള്ള ഒരു ഓറ ഞാൻ തന്നെ നിർമ്മിച്ചെടുത്തു കഴിഞ്ഞപ്പോഴത്തേല് ആ ഓറ ബ്രേക്ക് ചെയ്തിട്ട് ആർക്കും എൻ്റെ അടുത്തോട്ട് വരാനായിട്ട് ഇത്തിരി പേടിയായിരുന്നു. സ്നേഹിക്കുന്നവർക്ക് എൻ്റെ അടുത്ത് അന്നും ഇന്നും എപ്പോഴും ഒരേപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ എന്നെ എന്താ പറയുന്നത്, ചീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചു വരുന്നവർക്ക് ആ ഓറ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല. അത് എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി തന്നെയാണത്. അത് ഓരോരുത്തർക്കും, ഇപ്പോൾ ഏതൊരു വ്യക്തി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നിരുന്നാലും ആ ഒരു വ്യക്തിക്കും ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് ശക്തിയുണ്ട്. അതിനെപ്പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒത്തിരി 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 യൂട്യൂബ് ചാനൽസ് ഇപ്പോൾ ഉണ്ട് മൈൻഡ് പവറിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മൈൻഡ് പവർ ഞാൻ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോച്ചിങ്ങോ ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ മൈൻഡ് പവറിനെ കുറിച്ച് ഒന്നും അറിയത്തുമില്ല, ഒരു കാര്യങ്ങളും അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ചിന്തകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞിരുന്ന ഒരു വാചകം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ എന്നും സ്ട്രൈക്ക് ചെയ്ത് കിടന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോഴല്ല സ്വപ്നങ്ങൾ കാണേണ്ടത്, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴാണ് സ്വപ്നങ്ങൾ കാണേണ്ടത്. അത് എൻ്റെ മനസ്സിൽ ഇന്നും ഞാൻ അടിവരയിട്ട് എപ്പോഴും എന്നെ ഇങ്ങനെ ഓർത്തോർത്തോർത്തോർത്ത് എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്, നിങ്ങൾ ഉറങ്ങുമ്പോഴല്ല സ്വപ്നം കാണേണ്ടത്, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴാണ് സ്വപ്നങ്ങൾ കാണേണ്ടത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം ഹൈ, കുന്നോളം
എന്താ പറഞ്ഞിരുന്ന, ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുവുള്ളൂ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ കുന്നോളം അല്ല ആഗ്രഹിക്കേണ്ടത്, മലയോളം ആഗ്രഹിക്കണം. എന്നിട്ട് മലയെ തന്നെ കീഴ്പ്പെടുത്താൻ നോക്കുക. അപ്പോഴേ അത് നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ ക്യാൻസർ വരുന്നതിന് മുമ്പേ ഡ്രൈവിംഗ് പഠിച്ച വ്യക്തിയാണ്. ലൈസൻസും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് പുറത്ത് ഓടിക്കാൻ എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ്. തന്നെ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വണ്ടി ആക്സിഡന്റ് ആവോ, എനിക്ക് കൂടെ ആള് വേണം, കൂടെ ആളിരിക്കുമ്പോഴത്തേലും അവര് ഇനി എന്നെ വഴക്ക് പറയോ, ഇങ്ങനത്തെ ചിന്ത തന്നെയായിരുന്നു. ക്യാൻസർ കഴിഞ്ഞ് എൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പുറത്തൊക്കെ പോകാൻ തുടങ്ങി. കാരണം എൻ്റെ മനസ്സിലൊരു വാശിയായിരുന്നു. എല്ലാവരും എന്നെ നോക്കിയിട്ട് പറയും, ആ ലൈസൻസ് എടുത്തു, എന്ത് കാര്യത്തിനാ, ആ വണ്ടി അവിടെ കിടപ്പുണ്ട്, ലൈസൻസ് വെറുതെ ഇരിക്കുന്നു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ എപ്പോഴും ഞാൻ പ്രതികാരം ചെയ്യുന്നത് ഒരിക്കലും ഒരാളുടെ മുഖത്ത് നോക്കി 10 പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ തല്ലാൻ പോയിട്ടോ ഒന്നുമല്ല. അവരെന്താണോ എനിക്കെതിരെ പറയുന്നത് അത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഞാനത് കൊള്ളിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു എൻ്റെ പ്രതികാരം. അപ്പൊ എൻ്റെ ഡ്രൈവിംഗ് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, എങ്ങനെയെങ്കിലും എനിക്ക് ഡ്രൈവ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡിനോട് പറയുമ്പോഴത്തേലും പുള്ളി പറയും, വേണ്ട വേണ്ട എടുക്കണ്ട, റോഡിൽ കുറെ വണ്ടികളുള്ളതാണ്, അതാണ് ഇതാണ്, ഞാനുള്ളപ്പോഴത്തേലും എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ബാക്കിലോട്ട് നമ്മളെ എന്താ പറയുന്നത്, പിൻവലിക്കുമല്ലോ, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം ഓഫീസിൽ പോയിരുന്ന സമയത്ത് ആരോടും ചോദിച്ചില്ല, ഞാൻ വണ്ടിയെടുത്ത് ഞാനങ്ങ് പോയി. അപ്പോൾ അതോടുകൂടി പിന്നെ എൻ്റെ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ധൈര്യമായിട്ട് വണ്ടി എടുക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് വണ്ടി എടുക്കുന്നത് പിന്നെയും ബുദ്ധിമുട്ടായി തുടങ്ങിയത് ഞങ്ങളുടെ അവിടുത്തെ റോഡ് കംപ്ലീറ്റ് മോശമായിട്ട് കിടക്കുമ്പോഴത്തേല് ആ ഒരു സാഹചര്യത്തിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ എക്സ്പേർട്സിനെ കൊണ്ടുപോലും പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ അല്ലാതെ മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നോ പ്രോബ്ലം വണ്ടി ഓടിക്കാൻ. അപ്പോൾ അത് ഒന്ന് സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കള്, ഞങ്ങളുടെ കയ്യിൽ അത്രയ്ക്ക് വലിയ കാശും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറും ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരാളെ കൊണ്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കുള്ള ആകെയുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ RCC പേഷ്യൻസിന് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് തുച്ഛമായ എമൗണ്ടിനാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാരണം അതൊരു സോഷ്യൽ സർവീസ് ആവാൻ വേണ്ടി. അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം മാത്രമാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത്. ആ ഇൻകം വെച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു എൻ്റെ മൂത്ത മോളെ അമേരിക്കയിൽ വിടണമെന്ന്. കാരണം അവൾ കുഞ്ഞിലെ എപ്പോഴും പറയുമായിരുന്നു, അമ്മ എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം, അമേരിക്കയിൽ ജീവിക്കണം. എപ്പോഴും അമേരിക്ക അമേരിക്ക എന്നും പറഞ്ഞ് ജീവിച്ചിരുന്ന കൊച്ചാണ്. അവളുടെ ഈ പറച്ചിൽ കേട്ട് ഞാനും വിദേശ രാജ്യം, അതായത് അമേരിക്ക, ഞാനും സ്വപ്നം കണ്ടു തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമേരിക്കയിൽ പോവുക, അമേരിക്കയിൽ ജീവിക്കുക എന്നുള്ളത്. പക്ഷെ കയ്യിൽ 10 അണ പൈസ ഇല്ലാത്ത ഒരാള് അമേരിക്ക സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? അതങ്ങനെ ഇങ്ങനെ വിട്ടുകളഞ്ഞു, ഇങ്ങനെ ഇരുന്നു. പക്ഷെ ആ ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതാണ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു തരാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം മുഴുവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അത് ദ ആൽക്കമിസ്റ്റ് എന്നുള്ള ബുക്കിൽ വായിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് ആ ഒരു വാചകവും എൻ്റെ മനസ്സിൽ സ്ട്രൈക്കായിട്ട് കിടന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല, അത് അവിടെ തന്നെ കിടന്നു. എൻ്റെ മക്കള് അത് കഴിഞ്ഞ് എൻജിനീയറിങ് കഴിഞ്ഞു. 2 പേരുടെ എൻജിനീയറിങ് കഴിഞ്ഞപ്പോഴത്തേല് ഇളയ ആൾക്ക് ആഗ്രഹം വന്നു കാനഡയിൽ പോകണം, അവൾക്ക് കാനഡയിൽ പോയി പഠിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ മൂത്ത ആളെ വിടാനാണ് ആഗ്രഹിച്ചിരുന്നത്. മൂത്ത ആളുടെ കല്യാണമൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞു. ആ കല്യാണ സമയത്തും അതെ,
എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിൽ 10 പൈസയില്ല എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഹസ്ബൻഡിൻ്റെതായിട്ടുള്ള പൈസയുണ്ട്. പക്ഷെ അതുവരെ ഞാൻ ഈ അസുഖം വരുന്നതിന് മുമ്പ് വരെ ഈ റെന്റും ഹസ്ബൻഡാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അസുഖം വന്നതിന് ശേഷമാണ് ഹസ്ബൻഡ് പറഞ്ഞത്, തനിക്ക് ഇനി മുതൽ റെന്റ് ഞാൻ മേടിക്കുന്നില്ല, താൻ മേടിച്ചോ, തൻ്റെ ഇഷ്ടത്തിന് താൻ ചെലവാക്കിക്കോ എന്ന് പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര ഒരു റിലീഫായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള പൈസ ഞാനിങ്ങനെ മിച്ചം പിടിച്ച് വെക്കുമെങ്കിലും ഒരു കുട്ടിയുടെ കല്യാണം നടത്താൻ പാകത്തിനുള്ള പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മോൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഗോൾഡ് ഓർണമെന്റ്സും ഞാൻ എൻ്റെ പൈസയിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാൻ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കി. അത് എത്ര പവനെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുവിധം ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാവുന്ന അത്രയും നല്ല രീതിയിൽ ഗോൾഡ് ഇട്ട് കൊടുത്ത് തന്നെയാണ് മോളെ കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ ആ പൈസ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആഗ്രഹമാണ്, എൻ്റെ കുഞ്ഞിന് ഇത്രയും കൊടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ ഇതൊന്നും നടക്കുന്ന എൻ്റെ കയ്യിൽ ഒരു ഇതുമില്ല. എൻ്റെ കയ്യിൽ നോക്കുമ്പോഴത്തേലും ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതിലും വളരെ അധികം ഭംഗിയായിട്ടാണ് മോളുടെ കല്യാണം നടത്തിയത്. ഒത്തിരി ആൾക്കാരെ ഒന്നും എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് കൊറോണ ടൈം ആയിരുന്നു. അപ്പോഴത്തേലും നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു ആളുകളെ വിളിക്കുന്നതിനൊക്കെ. അതിൻ്റെ പിണക്കം കുറേ പേർക്കൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരോടും ഞാൻ ഈ വീഡിയോയിൽ കൂടെ സോറി പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ കൊറോണ പീരീഡിൽ ആകെ 50 പേരെയാണ് പള്ളിയിൽ അച്ഛൻ സമ്മതിച്ചിരുന്നത് നമുക്ക് കല്യാണത്തിന് ഇതാക്കാൻ. എന്നിട്ട് ഞങ്ങള് 100 പേരെ വരെ പള്ളിയിൽ ഇതാക്കി. ഹോട്ടലിൽ ഞങ്ങള് ഒരു 250-300 പേര്. അത് പ്രത്യേകം സമയങ്ങളിലായിട്ട് ആണ് മോളുടെ കല്യാണം നടത്തിയത്. പക്ഷെ അവൾ എന്തൊക്കെ ആഗ്രഹിച്ചോ കല്യാണത്തിന്, അതെല്ലാം അതുപോലെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റി. ഇതെല്ലാം എൻ്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളും ഞാനെന്ന ഷിബി മാറി വന്നതിന് ശേഷവും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ. എന്നിട്ടാണ് ഈ മൂത്ത മോളുടെ കല്യാണവും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇളയ മോള് ഈ ഒരു ആഗ്രഹം പറയുന്നത്. എന്നിട്ട് ഞാനെന്താ പക്ഷെ ഞാൻ ആഗ്രഹം ഇതാക്കിയിട്ട് ഹസ്ബൻഡിന് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പുറത്തു പോയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണെന്നറിയാലോ. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ലോൺ എടുത്ത് മോളെ വിടാമെന്ന് വിചാരിച്ചു. അപ്പോഴും മൂത്ത മോള് വന്നിട്ട് പറയാണ്, എനിക്കും പോണം, എനിക്കും പഠിക്കണം. എന്ത് ചെയ്യുക, എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അവസാനം തീരുമാനിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്ത് തന്നെ വന്നിരുന്നിരുന്നാലും എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ അവര് പുറത്തു പോയേ പറ്റൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിലെ മുതലേ ആഗ്രഹമുണ്ട് അമേരിക്കയിൽ പോകണം. അമേരിക്കയിൽ ചെന്നെത്താൻ പറ്റില്ല, അതിന്റെ നെയ്ബറിങ് കൺട്രിയിലെങ്കിലും പോയി എത്തുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമായിട്ട് എൻ്റെ കൺമുന്നിൽ വന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് സാധിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഹസ്ബൻഡ് എന്നോട് ചോദിക്കാൻ തുടങ്ങി, താൻ എവിടുന്ന് എടുത്തിട്ട് കൊടുക്കാന്? ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് എങ്ങനെയെങ്കിലും ഒക്കെ തന്നു തീർത്തോളാം, പക്ഷെ എൻ്റെ മക്കൾ പോയിരിക്കണം, അതെനിക്കൊന്ന് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ആ 2022 തന്നെ എൻ്റെ 2 മക്കളും കാനഡയിലേക്ക് പോയി പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മോള് പോയി കഴിഞ്ഞപ്പോഴത്തേലും മൂത്ത മോൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ഇളയ മോൾക്കാണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുമായിരുന്നു. ഇവർക്ക് 2 പേർക്കും 2 സ്ഥലത്താണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഒരാൾക്ക് ടൊറന്റോയിലും ഒരാൾക്ക് ഓട്ട്വേയിലുമാണ് കിട്ടിയത്. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു 7-8 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവൾ ഒറ്റയ്ക്കായി പോയപ്പോഴത്തേല് ഇവള് പറഞ്ഞു, എനിക്ക് ഹസ്ബൻഡിനെയും കൂടെ പ്രവീണിനെയും കൂടെ കൊണ്ടുവരണം പപ്പ, എനിക്ക് ഒറ്റയ്ക്ക് ഇല്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പ്രവീണിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. വിസ 1 മന്തിനുള്ളിൽ തന്നെ അവന് വിസ റെഡിയായി. സെപ്റ്റംബർ 4 എൻ്റെ ദീപ്തിയും ദിവ്യയും കാനഡയിലേക്ക് പോയി. ഒക്ടോബർ 18 പ്രവീണും പോയി.
പ്രവീണും കാനഡയിൽ പോയി. മൂന്ന് പേരും അങ്ങനെ കാനഡയിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വപ്നം കണ്ടത് അമേരിക്കയാണ്, പക്ഷെ കാനഡ വരെ എൻ്റെ മക്കളെത്തി. ഇപ്പോഴും എൻ്റെ മക്കൾ കാനഡയിലാണ്, ഞാനും കാനഡയിലാണ്. അത് കഴിഞ്ഞിട്ട് ഈ മക്കൾ പോകുന്നതിന് സമയത്ത് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോടും എൻ്റെ മക്കളോടും പോകുന്ന സമയത്ത് ഇങ്ങനെ കളിയാക്കി പറഞ്ഞു നടക്കുമായിരുന്നു, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി വേൾഡ് ടൂർ പോകാനും. വേൾഡ് ടൂർ എന്ന് പറയുന്നത് ഞാൻ വെറുതെ, എനിക്ക് വേൾഡ് എന്താണെന്നും അറിയില്ല, വേൾഡ് ടൂർ എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം വരെ വീട്ടിന്റെ അടുത്തുള്ള തിരുവനന്തപുരത്തുള്ള സകല സ്ഥലങ്ങളും പോലും കണ്ടിട്ടില്ല ഞാൻ. കേരളത്തിന്റെ അകത്തുള്ള സകല സ്ഥലങ്ങളും കണ്ടിട്ടില്ല ഞാൻ. ഇന്ത്യക്കകത്ത് കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം വേൾഡ് ടൂർ പോകാനായിട്ട്. അത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വേൾഡ് ടൂർ പോകും, വേൾഡ് ടൂർ പോകും. അതും അത്ഭുതം എന്ന് പറയട്ടെ. 2022 സെപ്റ്റംബറിൽ എൻ്റെ മക്കള് പോകുന്നു. 2023 മാർച്ചിൽ ഞാൻ ഫസ്റ്റ് ട്രിപ്പ്, ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നു. എവിടേക്ക്? സിംഗപ്പൂർ മലേഷ്യ, രണ്ടിടത്തേക്ക് പോയി. അതിനുശേഷം ഞാൻ പിന്നെ എവിടെ? ദുബായിൽ പോയി. പിന്നെ ഇന്ത്യക്കകത്ത് തന്നെ കാശ്മീർ പോയി, ഹിമാചൽ പ്രദേശ്, ഷിംല, മണാലി, ഇവിടെ എല്ലാം പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ ഡ്രീം പ്ലേസ് ആയിട്ടുള്ള അമേരിക്കയിലേക്ക് ഞങ്ങൾ വെറുതെ വിസ അപ്ലൈ ചെയ്തു. ഹസ്ബൻഡിന്റെ ബ്രദർ അമേരിക്കയിലുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, അപ്ലൈ ചെയ്യൂ, കിട്ടുകയാണെങ്കിൽ കുറച്ച് ദിവസം നമ്മുടെ കൂടെ വന്ന് താമസിക്കൂ എന്നും പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. ഞങ്ങൾ വെറുതെ അപ്ലൈ ചെയ്തതാ. എന്നുവെച്ചാൽ കാനഡ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എപ്പോഴും കുട്ടികൾ രണ്ടുപേരും അവിടെ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എമിഗ്രൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കാനഡയിലോട്ട് കിട്ടാത്ത ഞങ്ങൾക്ക് എങ്ങനെ അമേരിക്കയിലോട്ട് കിട്ടുക? ഒരിക്കലും നടക്കാത്ത കാര്യം. എന്നാലും വെറുതെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ചാൻസിൽ ഞങ്ങൾക്ക് അമേരിക്കയിലോട്ട് കിട്ടി. അപ്പൊ 2024 ഞങ്ങൾ അമേരിക്കയിലും എത്തി. അപ്പൊ എൻ്റെ ഡ്രീം പ്ലേസിൽ ഞാൻ എത്തി. 1 മാസം ഞാൻ അവിടെ താമസിച്ചു. ഇപ്പോൾ എനിക്ക് 10 വർഷത്തെ അമേരിക്കൻ വിസ ഹോൾഡറാണ് ഞാനും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. 2025 ആയപ്പോഴത്തേല് എനിക്ക് നെക്സ്റ്റ് അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പ് വന്ന് ദുബായിലേക്ക്. ഞാൻ ദുബായിലും പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് 2025 തന്നെ ഓഗസ്റ്റ് ആയപ്പോഴത്തേല് എനിക്ക് യൂറോപ്പ് ട്രിപ്പിന് വേണ്ടിയിട്ട് എനിക്ക് വിസ റെഡിയായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മോള് നാട്ടിൽ വരുന്ന സമയമായിരുന്നു അത്. ദീപ്തി നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഒരു മന്തിലേക്കാണ് എനിക്ക് യൂറോപ്പ് വിസ എന്താ പറയുന്നത് എനിക്ക് സാങ്ഷൻ ആയത്. പക്ഷെ ആ 1 മന്ത് കറക്റ്റ് അവള് നാട്ടിലുള്ള സമയത്ത്. അപ്പോഴും അവളെയും വിട്ടിട്ട് പോകുന്നത് ഒരു പാരന്റും ചെയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് തന്നെ കാനഡ വിസ അപ്ലൈ ചെയ്തിരിക്കുമായിരുന്നു. അപ്പൊ മോള് വന്ന് തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് കാനഡ വിസ അപ്രൂവ് ആയി. അത് കഴിഞ്ഞ് മോള് വന്ന് പോയി ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ഒക്ടോബർ 14 ഞാനിവിടെ കാനഡയിലും എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്യാൻസർ വന്നതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഇതെല്ലാം. അതായത് ഞാൻ എത്രത്തോളം എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ കൊടുത്തിരുന്നു, ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് പൈസ കടമെടുത്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഇപ്പൊ എന്താ പറയുന്നത്, എല്ലാം വിറ്റുപെറുക്കി ലോകരാജ്യം കാണണം അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ജെന്യൂൻ ആയിരുന്നു. ആ ആഗ്രഹങ്ങള് ഞാൻ എന്താ പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു രാജ്യങ്ങളിൽ പോകണമെന്നോ ഇങ്ങനെ ഇതാവണമെന്നോ, ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കണമെന്നോ ഞാൻ ദൈവത്തോട് പോലും പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ വന്നത്. പക്ഷെ മനസ്സിന്റെ ആഗ്രഹം. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിന് ഒരുപാട് ശക്തിയാണുള്ളത്.
അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ പറയുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, പറയുന്നത് ഉപബോധ മനസ്സിലോട്ട് പോകത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതുപോലെ തന്നെ വിശ്വസിച്ചിട്ട് അത് അതുപോലെ തന്നെ, ചിലപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുന്ന കാര്യം ഇന്ന് തന്നെ സാധിക്കണം എന്നില്ല. അത് ചിലപ്പോൾ നാളെ സംഭവിക്കാം, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് സംഭവിക്കാം, ചിലപ്പോൾ ഒരാഴ്ച, 1 മാസം, 1 വർഷം, ചിലപ്പോൾ 10 വർഷം വരെ എടുത്തുന്നിരിക്കാം. ബട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ജെന്യൂൻ ആയിരിക്കണം. നമ്മുടെ ആഗ്രഹം അത്രയും തീവ്രമായിട്ടുള്ളതായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിലെ ഞാൻ കൊടുത്തിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ആഴം, അതായത് അബ്ദുൽ കലാം ജി സർ പറഞ്ഞതുപോലെ ഡ്രീം ഹൈ, ഞാൻ ഡ്രീം ചെയ്തു. ഇന്നും എനിക്ക് ഒത്തിരി 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 ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആ ഒരു ജീവിതശൈലിയിലല്ല ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. പുറമെ എല്ലാവർക്കും മുമ്പിലും ഏറ്റവും നല്ല ഒരു ഒരു കോടീശ്വരിയായിട്ടാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഒന്നും ഞാൻ വെച്ചിട്ടോ ഒന്നും ചെയ്തിട്ടോ അല്ല ഞാൻ ഇങ്ങനെയൊന്നും ആയത്. പക്ഷെ എൻ്റെ മനസ്സിന്റെ ആഗ്രഹം അത്രയും തീവ്രമായിരുന്നു. ആ ആഗ്രഹങ്ങളാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഇത്രയും ലക്ഷറി. ഇതിന് ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞിരുന്നാലും മതിയാവത്തില്ല. എങ്ങനെയാ ഞാനപ്പോ എൻ്റെ ഈ രോഗത്തെ വെറുക്കുന്നേ? എങ്ങനെയാ എൻ്റെ രോഗം എനിക്കൊരു ശാപമായി മാറുന്നു? ഒരിക്കലും അല്ല, അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നു. ദൈവം അന്ന് അങ്ങനെ ഒരു രോഗം ആയിട്ട് എനിക്ക് കൊണ്ട് തന്നില്ലായിരുന്നു എങ്കിൽ 38 വയസ്സിൽ തീർന്നു പോവേണ്ട ജീവിതമാണ് എൻ്റെത്. ഞാൻ മരിക്കേണ്ട വ്യക്തിയാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും ഞാനിന്ന് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്നിലെ പുതിയ ഒരു ഷിബിയെ ഇങ്ങനെ ഈ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്ന രോഗമാണ് എൻ്റെ ക്യാൻസർ രോഗം. അതുകൊണ്ട് ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോ രോഗത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളിൽ ജീവിക്കുന്നവർ ഒരിക്കലും വിചാരിക്കരുത് ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെന്തോ മഹാപാപം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ രോഗം വന്നതെന്നോ ഒരു മനുഷ്യരും ചിന്തിക്കരുത്. അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്കും ദൈവത്തിനും മാത്രം അറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് ഈ നമുക്ക് തരുന്ന എന്ത് മാരകമായ ആകട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ പ്രതിസന്ധികളാകട്ടെ, അതിൻ്റെ പിന്നിൽ ഒരു വലിയ നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് എന്തോ വലിയൊരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി അതിനെ നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ഞാൻ ഓരോരുത്തരോടും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇനിയും കൂടുതൽ, ഇപ്പൊ തന്നെ വീഡിയോ കുറച്ച് കൂടുതലായി. അപ്പോൾ ഇനിയും എൻ്റെ ജീവിതത്തിന്റെ വിജയങ്ങളുടെ മറ്റും കഥകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.